Hello viewers, Namaste. Ganga from WinTrader. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്ന ഓപ്ഷൻ്റെ സ്ട്രൈക്ക് സെലക്ഷൻ എങ്ങനെ സിമ്പിളായി ചെയ്യാമെന്നുള്ളതാണ്. അപ്പം ഞാനിപ്പോൾ ആദ്യം കാണിക്കുന്ന നിഫ്റ്റിയിലാണ് എക്സാമ്പിൾ വേണ്ടി എടുത്തിട്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ വിൻട്രേഡറിനകത്ത് മെയിൻ ചാർട്ട് നോക്കിക്കൊണ്ട് അതിൻ്റെ സ്ട്രൈക്ക് സെലക്ഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ള ഈ വീഡിയോ കൂടെ ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുന്ന നിഫ്റ്റിയുടെ മെയിൻ ചാർട്ട് ഇതിൻ്റെ മാർക്കറ്റ് റേറ്റ് ആണ് ഈ കാണിക്കുന്നത് 21,329. അപ്പം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇത് സ്ട്രാറ്റജി സിമ്പിളായിട്ട് ലേൺ ചെയ്യണമെന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ താഴെ നമ്പർ ഡിസ്പ്ലേ ആവുന്നുണ്ടെങ്കിൽ വിളിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എൻ്റെ ഓഫീസ് വിസിറ്റ് ചെയ്യാം. ഓഫീസ് വരുന്നത് ചേർത്തല, ആലപ്പുഴ ഡിസ്ട്രിക്ട് ചേർത്തല KSRTC സ്റ്റാൻഡ് അടുത്തായിട്ടാണ്. വരുന്നുണ്ടെങ്കിൽ ഈ നമ്പർ വിളിച്ചിട്ട് വരാവുന്നതാണ്. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ ഗ്രീൻ കളറിൽ വരുന്നതാണ് ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ, റെഡ് വരുന്ന സെല്ലാണ്. അതായത് നമുക്ക് ബൈസിക്കിൾ വന്നു കഴിഞ്ഞാൽ ബൈ എന്ന് പറയുമ്പോഴത്തേക്കും ഓപ്ഷൻ ബയേഴ്സ് കോൾ ഓപ്ഷനും ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ, സെല്ല് വരുന്നത് പുട്ട് ഓപ്ഷൻ പോലുള്ള ഇൻഡിക്കേഷൻ ആണല്ലോ. അപ്പോൾ ഇതിനകത്തൊരു വൈറ്റ് വേർട്ടിക്കൽ ലൈൻ കാണാൻ പറ്റുന്നത് അത് ഡേ സെപ്പറേഷനാണ്. ഓരോ ദിവസവും സെപ്പറേറ്റ് ചെയ്യുന്ന സെപ്പറേറ്റ് ചെയ്യുന്ന ലൈനാണ്. ബൈസിക്കിൾ സെൽ സിഗ്നൽ അപ്പോൾ സോഫ്റ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നോളും. സിഗ്നൽ വരുമ്പോൾ നമുക്ക് ഇൻഡിക്കേഷൻ തരും, അലേർട്ട് വിത്ത് സൗണ്ട് എഫക്റ്റോടുകൂടി നമുക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ ഏറ്റവും മേഖല അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതി കാണും. നിഫ്റ്റി M5 എന്ന് വെച്ചാൽ മിനിറ്റ് 5 ഇൻട്രാഡേ ചാർട്ടാണ്. ബൈ അറ്റ് 21,289, അതായത് ബൈ കാണിച്ചു. അപ്പോൾ ആ ഒരു പാർട്ട് ക്ലിയറായി. നമുക്ക് കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ തന്നു. ഇനി ചെയ്യേണ്ടത് 289 എന്ന ലെവൽ അവിടെ കിട്ടി. അപ്പോൾ ഈ ലെവൽ ഇവിടെ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് സ്ട്രൈക്ക് സിമ്പിളായിട്ട് സെലക്ട് ചെയ്യാം. അത് നമ്മുടെ ക്യാപിറ്റൽ അനുസരിച്ച് നമുക്ക് ഏത് സ്ട്രൈക്ക് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അത് ഇൻ ദ മണി ആകാം, അറ്റ് ദ മണി ആകാം, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ മണി തന്നെ ആകാം. അത് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ബൈ ആയിട്ട് 21,281 എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇൻ ദ മണി ട്രേഡ് ആണെങ്കിൽ നമ്മളധികം പ്രീമിയം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിയർ ബൈ നമുക്കൊരു 100-200 പോയിൻറ്റ്സ് താഴത്തോട്ട് എടുക്കാം. നമുക്ക് 21,100, 21,000 ഒക്കെ എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അറ്റ് ദ മണി ആണെങ്കിൽ നമുക്ക് 21,200 ആ ലെവൽ എടുക്കാം. അല്ലെങ്കിൽ മെഗളിൽ നമുക്ക് 21,400 ഔട്ട് ഓഫ് ദ മണി എടുക്കാം. അപ്പം നമ്മുടെ സോഫ്റ്റിനകത്ത് ഓപ്ഷൻ ചെയിൻ അവൈലബിൾ ആണ്. അതായത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യുന്ന സ്ട്രൈക്ക് സെലക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായോ? കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ആ പ്രൈസ് കിട്ടുന്നുണ്ട്. നിഫ്റ്റിയിൽ ഈ ലെവലാണ് ബൈ വരുന്നതെന്ന് വെച്ചാൽ ബൈ വരുമ്പോൾ തന്നെ ഇതുപോലെ ഇൻഡിക്കേഷൻ മേഖലയിൽ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലെവൽ ഇവിടെ ഡിസ്പ്ലേ വരുമ്പം ഈ ലെവലിൽ നിന്നാണ് നമ്മൾ അതിൻ്റെ ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി സെലക്ട് ചെയ്യേണ്ടത്. ഇതിൽ നമ്മൾ ഇൻ ദ മണി ട്രേഡ് ആണെങ്കിൽ മാർക്കറ്റ് റേറ്റിന് താഴത്തുള്ള അടുത്ത് നിൽക്കുന്ന സ്ട്രൈക്ക് സെലക്ട് ചെയ്യുക. അറ്റ് ദ മണിക്കാർ ആ സെയിം മാർക്കറ്റ് റേറ്റ് തന്നെ സെലക്ട് ചെയ്യുക. ഔട്ട് ഓഫ് ദ മണിലാണെങ്കിൽ അതിൻ്റെ മേഖലോട്ടുള്ള സ്ട്രൈക്ക് ചെയ്തുവാണെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു പാർട്ടും കംപ്ലീറ്റ് ആയി. ഇനിയും നമ്മൾ ട്രേഡ് എടുക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്ക് വേണ്ടത്, ഇപ്പോൾ ഞാനൊരു 2-3 സ്ട്രൈക്കുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 21,200, 300, 100, 400, 4 സ്ട്രൈക്കുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ഓപ്ഷൻ്റെ പ്രീമിയം ചാർട്ടും കൂടെ അവൈലബിൾ ആയിട്ട് നമ്മൾ ഈ ഒരു പ്രീമിയം ചാർട്ടും കൂടെ ഫോക്കസ് ചെയ്താണ് ട്രേഡ് എടുക്കുന്നത്. അതായത് നമുക്കിവിടെ ബൈ വന്നു, ഈസി ആയിട്ട് ഇവിടെ നമുക്ക് മനസ്സിലായി 21,289 എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ ഒരു ഇൻ ദ മണി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ 21,100 എടുത്തു. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് 21,100 ഞാൻ ഓപ്പൺ ചെയ്തു. അവിടെ നമ്മൾ നോക്കണം, അവിടെയാണ് നമുക്ക് ബൈ സിഗ്നൽ മെയിനായിട്ടും കാണിക്കണം. അവിടെ നമ്മുടെ ഓപ്ഷൻ്റെ പ്രീമിയം ചാർട്ടിനകത്ത് ഇതുപോലെ ബൈ സിഗ്നലും കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്താൽ മതി. ഇതുപോലെ നമുക്ക് ബൈ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾ കൺഫേം എന്ന് ചെക്ക് ചെയ്യുക. കൺഫേം ആണെന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? തൊട്ട് താഴത്തെ ബാർ ഗ്രീൻ ആയിരിക്കണം. അതുപോലെ പ്രൈസ് ബൈസോൺ ആണെന്നത് നമ്മൾ ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പം എല്ലാ വീഡിയോസിലും നമ്മൾ പറയുന്നുണ്ട് ഇതെങ്ങനെ കൺഫർമേഷൻ ചെയ്യും. അപ്പോൾ ഒട്ടുമിക്ക പേര് നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പം മിക്ക ആൾക്കാർക്ക് അറിയാതെ എങ്ങനെ കൺഫർമേഷൻ മെത്തേഡ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, സിഗ്നൽ വന്ന ശേഷം പ്രീമിയം ചാർട്ടിൽ താഴത്തെ ബാർ ഗ്രീനും പ്രൈസ് ബൈസോൺ ആണ്. അപ്പോൾ ഇതിൻ്റെ എൻട്രി എക്സിറ്റ് ഇതിൽ തന്നെ കാണിച്ചു തരും. 21,100ൻ്റെ 287 നമുക്ക് ബൈ വന്നിരിക്കുന്ന 3 ടാർഗറ്റ് വന്നിട്ടുണ്ട്. 87 നിന്ന് 315, 338, 361 3 ടാർഗറ്റ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കാണിച്ച് 21,100. ഞാൻ 200 കാണിച്ചു തരാം. 200ൽ 214 ബൈ വന്നിരിക്കുന്ന. 235, 252, 269 3 ടാർഗറ്റും കയറിയിട്ടുണ്ട്. കൺഫർമേഷൻ നിങ്ങൾ സ്വയം ചെക്ക് ചെയ്യുക. കണ്ട 2 കൺഫർമേഷൻ ഉണ്ടായി. അപ്പോൾ ഞാനിപ്പോൾ 100, 200, ഇനി 300 കാണിച്ചു തരാം. 300-നകത്ത് നമുക്ക് 150 ബൈ വന്നിരിക്കുന്നത്. 165, 177, 189 3 ടാർഗറ്റും അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ 21,400, അതായത് നമുക്ക് ഔട്ട് ഓഫ് ദ മണിലോട്ട് പോകും. 99, 75 വന്നിട്ടുണ്ട്. 920, 109, 117, 125
അതായത് 3 ടാർഗറ്റ്. ഇതുപോലെയാണ് സ്ട്രൈക്ക് സെലക്ഷൻ. ഏറ്റവും കൃത്യമായിട്ട് നമുക്ക് സ്ട്രൈക്ക് സെലക്ഷൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സ്ട്രൈക്ക് സെലക്ഷൻ ചെയ്യാവുന്നതുള്ളൂ. ഇത് നിങ്ങൾക്കിപ്പം ഈ വീഡിയോ കൂടെ മനസ്സിലാക്കാൻ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വരും, അല്ലെങ്കിൽ ഓൺലൈൻ തന്നെ നമ്മൾ ഇതിന് ക്ലാസ് തരുന്നതാണ്. സോഫ്റ്റ് റിഗാർഡിങ് ഇങ്ങനെ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ക്ലാസ് തരുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി.